കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഗതാഗത സൗകര്യമൊരുക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞതായും ശോചനീയമായി കിടക്കുന്ന റോഡുകൾ പൂർണ്ണമായും കോൺക്രീറ്റ്, ഇന്റർലോക്ക് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഗതാഗത യോഗ്യമാക്കുന്നതിനും ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞതായും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐസക് ജോൺ പറഞ്ഞു. കുടുംബ ആരോഗ്യ കേന്ദ്രം ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ ഫണ്ടുകൾ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും ഭരണസമിതിക്ക് കഴിഞ്ഞതായും ഐസക് വിവരിച്ചു. നമ്മുടെ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വികസന പ്രവർത്തനങ്ങളിൽ ഒരു 3.5 വർഷം നമ്മൾ ഇപ്പോൾ ഭരണസമിതി അധികാരത്തിൽ വന്ന് 3.5 വർഷം പിന്നിടുകയാണ്. വികസന മേഖലയിൽ നമുക്ക് പുതിയതായി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഏതൊക്കെ രീതിയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്? നമുക്ക് റോഡിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മുൻ വർഷങ്ങളിൽ മുൻ ഭരണസമിതി ചെയ്യാൻ കഴിയാത്ത അത്ര റോഡുകളുടെ വികസനം നമ്മുടെ തച്ചമ്പാറ പഞ്ചായത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. നിലവിൽ റോഡില്ലാത്ത സ്ഥലങ്ങളിൽ പല റോഡുകളും നമുക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിരുന്ന റോഡുകളൊക്കെ നവീകരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ റോഡിന് കൊടുത്തുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിൻ്റെ 15 വാർഡുകളിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ വാർഡ് മെമ്പർമാർക്ക് ആവശ്യമായ ഫണ്ട് അനുവദിച്ചുകൊണ്ട് തന്നെ എല്ലാ വാർഡുകളിലും ആവശ്യമായ വികസനം റോഡിനത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പാലക്കയം പോലെയുള്ള മേഖലയിൽ എന്നും അവഗണിക്കപ്പെട്ടിരുന്നൊരു മേഖലയാണ് അവിടെ റോഡിൻ്റെ വികസനം. അവിടെ എന്ന് ചോദിച്ചാൽ ഈ മഴക്കാലങ്ങളിൽ നിലവിലുള്ള റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. അതിന് പരിഹാരം എന്ന നിലയിൽ അവിടെ പല സ്ഥലങ്ങളിലും നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ട് കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിച്ച് നമുക്ക് ആ മേഖലയിൽ പുതിയൊരു ഒരു കടന്നുവരവ് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് പായപ്പുല്ല്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വാക്കോടൻ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും അധികം ശോചനീയമായി കിടന്ന റോഡുകളൊക്കെ നമുക്ക് നവീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുതുകുറിശ്ശിയിൽ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ കുറേ ആളുകൾ വൈകുന്നേരം ഒത്തുകൂടുന്ന സ്ഥലം, അവിടെയൊക്കെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് ആ പ്രദേശം ഒന്ന് വളരെ മനോഹരമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന മേഖല. അതുപോലെ തച്ചമ്പാറ മെയിൻ ജംഗ്ഷൻ, അതായത് നമ്മുടെ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചു. പക്ഷേ എന്നാലും റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ വിദ്യാർത്ഥികളൊക്കെ സഞ്ചരിക്കുന്നൊരു ഭാഗമായിരുന്നു. അവിടെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് ആ പ്രദേശവും നമുക്ക് മനോഹരമാക്കി കഴിഞ്ഞാൽ ഏത് പ്രദേശത്തേക്ക് കടന്നു പോയാലും റോഡുകൾ ഇപ്പോൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ നല്ല നിലവാരത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഒരു 15ഓളം വാർഡുകളാണ്. അതെ. ഈ 15 വാർഡിലേക്ക് നമുക്ക് ഗതാഗതമായ റോഡുകൾ മുഴുവൻ സ്ഥലങ്ങളിലേക്കും എത്തിച്ചു എന്ന് അവകാശപ്പെടാൻ ഇല്ല, പൂർണ്ണമായി എന്ന് പറയുന്നില്ല. ഇനി നമുക്ക് 1.5 വർഷം കൂടെ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുണ്ട്. ഈ 1.5 വർഷം ആകുമ്പോഴേക്കും നമുക്ക് ഒരു 90% റോഡുകളും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോഴും ജനവാസ കേന്ദ്രങ്ങളിൽ മുഴുവൻ റോഡ് എത്തി എന്നുള്ളത് പ്രധാന ഭാഗങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. മറ്റൊരു വിഷയം പഞ്ചായത്തുകളിലുള്ളത് നിലവിലുള്ളത് ഈ ജൽജീവൻ പദ്ധതി വഴി ഒട്ടനവധി റോഡുകൾ തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൻ്റെ ഒരു കുറ്റം കൊണ്ടല്ല, പക്ഷെ അത്തരത്തിലുള്ളൊരു ഭീഷണി തച്ചമ്പാറ ഇല്ല. ഇപ്പം അങ്ങനെയില്ല. കാരണം ചോദിച്ചാൽ ജലജീവൻ മിഷനുമായി ഞങ്ങൾ ആദ്യം തന്നെ പ്രസിഡന്റ് അവരുടെ യോഗം വിളിച്ച് അവരോട് നിർദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ കൊത്തിപ്പൊളിക്കുന്ന റോഡുകൾ അത് പൂർണ്ണസ്ഥിതിയിലേക്ക് ആക്കി തരണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരം നമ്മൾ പഞ്ചായത്തിൻ്റെ വിവിധ റോഡുകൾ കോൺക്രീറ്റ് ചെയ്തതും ടാർ ചെയ്തതുമായ റോഡുകൾ പലതും ഇനി അങ്ങനെ ആക്ഷേപമായി ഒരു റോഡും നമ്മുടെ മുമ്പിൽ ഇനി അവശേഷിക്കുന്ന എല്ലാ റോഡുകളും അവർ ഗതാഗത യോഗ്യമാക്കി കൊത്തിപ്പൊളിച്ച റോഡുകളൊക്കെ അവർ വീണ്ടും അത് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും അവശേഷിക്കുന്നതായിട്ട് ആരും പരാതിപ്പെട്ടിട്ടില്ല. അതായത് ഇനി നമുക്ക് ബാക്കി ഒരു 1.5 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന റോഡുകളുടെ കാര്യങ്ങൾ എത്താത്ത സ്ഥലങ്ങളിൽ മുഴുവൻ പദ്ധതി നടപ്പാക്കാൻ പൂർണ്ണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. നമ്മളൊരു 90% ഈ 1.5 വർഷം കൂടി ശേഷിക്കുമ്പോൾ അത് പൂർണ്ണമായെന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഭരണസമിതിക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായി ചെയ്യുന്ന അവകാശപ്പെടുന്നില്ല. എന്തായിരുന്നാലും ഞങ്ങളുടെ കാലഘട്ടം ജനങ്ങൾക്ക് ആക്ഷേപമില്ലാത്ത തരത്തിൽ റോഡുകളുടെ പ്രവർത്തനം നടത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം. പൊതുവെ സംതൃപ്തരാണ് പഞ്ചായത്തിലെ ജനങ്ങൾ. കുഴപ്പമില്ല എന്നാണ് ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു ആക്ഷേപം പൊതുവിൽ നിന്ന് എങ്ങനെയും വരുന്നില്ല. പിന്നെ ചില ഒറ്റപ്പെട്ടതായ മേഖലകളിലൊക്കെ ചിലപ്പം ചെറിയ പോക്കറ്റ് റോഡുകളൊക്കെ ചിലപ്പോൾ അത് അങ്ങ് അവശേഷിക്കുന്നുണ്ടാവും. അത് ഈ 1.5 വർഷം കൂടെ ഉണ്ടല്ലോ, ഞങ്ങൾ ചെയ്തു തീർക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ. നമുക്ക് എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള അല്ലെങ്കിൽ പഞ്ചായത്തിന് കൈമാറ്റം ചെയ്ത വകുപ്പുകളിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് കൈമാറി തന്നുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ മതിയായ കെട്ടിടങ്ങളുടെ സൗകര്യം നമുക്ക് ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ
അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നിലവിലുള്ള ഇപ്പം നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കൈമാറ്റം നടത്തി തന്നിട്ടുള്ള ഓഫീസുകളെല്ലാം ഇപ്പം നിലവിലുള്ള ഓഫീസുകളെല്ലാം നമുക്കിതിനകം നല്ല നിലയിൽ നവീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ PHC കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്താൻ കഴിയും. അവിടെ വേണ്ടുന്ന സൗകര്യങ്ങൾ, അവിടെ ജനങ്ങൾ വന്നാൽ അവർക്ക് ഇരിക്കാനും ഡോക്ടർക്ക് ഇരിക്കാനും ഓഫീസ് സൗകര്യങ്ങളും എല്ലാം അവിടെ ഒരു പരിധി വരെ അവിടുത്തെ പല സ്ഥലപരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സബ് സെൻറ്ററുകൾ, ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സബ് സെൻറ്ററുകളുടെ എല്ലാം നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ നിലവിൽ അംഗൻവാടി സ്വന്തമായി കെട്ടിടമില്ലാതിരുന്ന സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ശോചനീയമായ സ്ഥിതിയിലുള്ള അംഗൻവാടി എന്ന് പറയുന്നത് ചൂരിയോടെ ഒരു അംഗൻവാടി മാത്രം. അത് എന്തായാലും നമ്മൾ ഈ അംഗൻവാടി അത് അടുത്ത ദിവസം തന്നെ അതിന് പൂർത്തീകരിക്കും. അതുപോലെ തന്നെ ഈ 4-ാം വാർഡിൽ തന്നെ ഒരു സാംസ്കാരിക നിലയം നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുത്ത് എസ് സി വിഭാഗത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ MP യുടെ ഒരു ഫണ്ട് ഉപയോഗിച്ച്, അതായത് ബിനോയ് വിശ്വത്തിൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു സാംസ്കാരിക നിലയം നിർമ്മിക്കാനുള്ള അതിന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു നല്ല ഹൈടെക് സാംസ്കാരിക നിലയം എന്ന നിലയിൽ അതിനാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം ആണ് പഞ്ചായത്ത് എടുത്ത് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇപ്പം നമുക്ക് വിട്ടുകിട്ടിയിട്ടുള്ള നമുക്ക് സ്ഥാപനങ്ങൾ, കൃഷി ഓഫീസാണെങ്കിലും കുറച്ച് നവീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൃഗാശുപത്രി കുറച്ച് നവീകരണ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തെക്കുംപുറത്ത് ഒരു പുതിയ ബിൽഡിങ് ആരോഗ്യ PHCയുടെ ചേർന്ന് നമുക്കൊരു അവിടെ തന്നെ ഇപ്പം നമ്മൾ ജിംനേഷ്യം ആ ബിൽഡിങ്ങിൽ നമ്മൾ വനിതാ ജിംനേഷ്യം ആരംഭിക്കാനുള്ള അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മൾ സ്ഥാപിച്ച് അടുത്ത ദിവസം തന്നെ അതിൻ്റെ പ്രവർത്തനവുമായി ഈ പെരുമാറ്റച്ചട്ടമാണ് നമുക്കതിനൊരു തടസ്സമായി നിൽക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തിന് ശക്തമായി ഇടപെടാൻ കഴിഞ്ഞതായും 3.5 വർഷ കാലയളവിൽ ഒട്ടനവധി പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നടപ്പിലാക്കാൻ കഴിഞ്ഞതായും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഐഷ ബാനു പറഞ്ഞു. നമ്മളൊരു ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. അപ്പോൾ ഒരു ബ്ലോക്ക് മെമ്പർ എന്ന നിലയിൽ നമ്മുടെ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ ഈ ഒരു 3.5 വർഷ കാലയളവിൽ നമുക്ക് എത്ര ഫണ്ടുകൾ അല്ലെങ്കിൽ ഏതൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ തച്ചമ്പാറ ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ എനിക്കിവിടെ 6 വാർഡുകളാണുള്ളത്. ബാക്കി 4 വാർഡുകൾ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലാണുള്ളത്. റോഡിൻ്റെ പദ്ധതി ആയി നമ്മൾ 40 ലക്ഷം രൂപ ഈ 3.5 വർഷക്കാലം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 40 ലക്ഷത്തോളം രൂപ നമുക്ക് വിവിധ വാർഡുകളായി 6 വാർഡുകളുണ്ട്. ആ 6 വാർഡുകളുടെ വിവിധ വാർഡുകളായി എനിക്ക് 40 ലക്ഷം രൂപ വരെ റോഡിന് മാത്രമായി ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ SC കോളനികൾ, 6 കോളനികളിലും നമുക്ക് മിനിമാസ് ലൈറ്റ് സംവിധാനം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പൊതു ശ്മശാനം എൻ്റെ വാർഡിലെ ചൂരോട് 1-ാം വാർഡിലാണുള്ളത്. അതിലേക്ക് നമുക്ക് സംയുക്തമായി പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുമായി സംയുക്തമായി നമുക്ക് 50 ലക്ഷം രൂപ ചിലവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹോസ്റ്റലിൻ്റെ വികസനം അത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞു. പിന്നെ ഇനി 1.5 വർഷക്കാലം കൂടുതൽ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും. ജനങ്ങൾക്ക് ഞങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് മെമ്പർ എന്ന നിലയിൽ ജനകീയമായ പരിപാടികൾ നടത്തി വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അവകാശപ്പെടുന്നത്. അത് തന്നെയാണ്. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിലും ജനപ്രതിനിധി എന്ന നിലയിലും എനിക്ക് സന്തോഷം തന്നെയുള്ളത്. ജനങ്ങൾക്ക് നമ്മൾ നൽകാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള സമയങ്ങളിലും എന്നാൽ കഴിയുന്ന വിധത്തിൽ എല്ലാ ജനങ്ങളിലേക്ക് വികസന കാര്യങ്ങൾ എത്തിക്കണം തന്നെയാണ് എനിക്ക് താല്പര്യം. മൃഗാശുപത്രി വഴി ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കാനും മാലിന്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും ലഹരിമരുന്നുകളുടെ ഉപയോഗം കണ്ടെത്തുന്നതിനും ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഒപ്പം തന്നെ തച്ചമ്പാറ ടൗൺ സൗന്ദര്യവൽക്കരണം ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ നടപ്പിലാക്കുമെന്നും പ്രസിഡന്റ് ആവർത്തിച്ചു. ഭരണസമിതി അധികാരമേറ്റ് നടപ്പിലാക്കിയ ചില വികസന പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയിലേക്ക്. കുണ്ടന്തോട് തച്ചമ്പാറ മുതുകുറിശി റോഡ് 10 കോടി ചിലവിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പഞ്ചായത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് കൂടിയാണിത്. കാരാകുറിശി ഗ്രാമപഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന വെണ്ണടി റോഡ് യാഥാർത്ഥ്യമാക്കി. കോങ്ങാട് MLA ശാന്തകുമാരിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ചന്ദനംകുണ്ട് വട്ടക്കുണ്ട് റോഡ് പൂർത്തീകരിച്ചു. പാറമട പ്രദേശം വെള്ളക്കെട്ടിൽ നിന്ന് സംരക്ഷിച്ച് ഗതാഗത യോഗ്യമാക്കി.
17 ലക്ഷം രൂപ ചിലവിൽ പട്ടികവർഗ നഗറിലേക്കുള്ള അച്ചിലട്ടി റോഡ് തുടങ്ങി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ പ്രദേശത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. ക്ഷേമ പെൻഷനുകൾ അനുവദിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണെന്നും വിവിധ വിഭാഗങ്ങളിലായി 3000-ലധികം പെൻഷനുകൾ പഞ്ചായത്തിൽ നിന്ന് ഗുണഭോക്താക്കൾക്ക് നൽകാൻ കഴിഞ്ഞതായും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തനുജ രാധാകൃഷ്ണൻ പറഞ്ഞു. കുടുംബശ്രീ യൂണിറ്റുകളുടെ പ്രവർത്തനം ശക്തമാക്കാൻ കഴിഞ്ഞതായും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചതിന് അർഹതയ്ക്കുള്ള അംഗീകാരം കുടുംബശ്രീക്ക് നേടാനായതും ഭരണസമിതിയുടെ നേട്ടം തന്നെയാണെന്നും തനുജ കൂട്ടിച്ചേർത്തു. കാര്യമായിട്ട് ഇപ്പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന രീതിയിൽ പൊതുജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് പെൻഷൻ സമ്പ്രദായമാണ്. അപ്പോൾ നമുക്ക് വിവിധ മേഖലകളിൽ എത്രത്തോളം പെൻഷൻ നമുക്ക് പഞ്ചായത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്? 3000 പെൻഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ 3000-ലധികം പെൻഷനുകൾ വിവിധ മേഖലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അർഹതപ്പെട്ടവർക്ക് മുഴുവൻ പെൻഷൻ കൊടുത്തു എന്ന് തന്നെയാണ് നമ്മുടെ അവകാശവാദം. ഈ 3 വർഷത്തിനിടയ്ക്ക് അർഹതപ്പെടാതെ ആരും ഒരു പരാതിയും കൊണ്ട് പെൻഷൻ രീതി വന്നിട്ടില്ല. എത്രത്തോളം കാലതാമസം എടുക്കാറുണ്ട് ഒരു അപേക്ഷകൻ? ഇപ്പോൾ ഈ ചില സാങ്കേതികത്വം അല്ലാത്ത ഒരു സാഹചര്യത്തിൽ എത്രത്തോളം സമയം എടുക്കാറുണ്ട് ഒരു പെൻഷൻ എൻക്വയറി? ഞങ്ങൾ മറ്റേ അപേക്ഷ കിട്ടിയ 1.5 മാസത്തിനകം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ബോർഡും കൂടി ആ പെൻഷൻ പാസ്സാക്കി വിടാറുണ്ട്. മറ്റൊന്ന്, നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിർണായക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ. അപ്പോൾ കുടുംബശ്രീ 25 വർഷം പിന്നിട്ട് കഴിഞ്ഞു. സ്ത്രീ ശാക്തീകരണ രംഗത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ കൂടുതൽ വികസനം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമായിട്ടുണ്ട്. തച്ചമ്പാറ കുടുംബശ്രീയെക്കുറിച്ച്, തച്ചമ്പാറ പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തനത്തെക്കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തച്ചമ്പാറ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീ വളരെ നല്ല രീതിയിലാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 242 കുടുംബശ്രീ ഉണ്ട്, യൂണിറ്റുകളുണ്ട്. അത് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ഈ അടുത്തിടെ വന്നിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ നടത്തി. ഞങ്ങൾക്ക് ജില്ലാ മിഷൻ്റെയൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് കുടുംബശ്രീക്ക്. അതുപോലെ തന്നെ ജില്ലാതലത്തിലുള്ള പ്രോഗ്രാമുകളിൽ ഞങ്ങളുടെ കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. സ്വയം തൊഴിൽ സംരംഭങ്ങൾ അംഗങ്ങൾ തുടങ്ങുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ സ്വയം സംരംഭ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം ഒരു 40ഓളം യൂണിറ്റുകളുണ്ട്. ചെറിയ തയ്യൽ യൂണിറ്റും എല്ലാം കൂടി ആയിട്ട്. പിന്നെ JLG ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. നിലവിൽ നമുക്ക് എത്ര അംഗൻവാടി കെട്ടിടങ്ങളുണ്ട്? നിലവിൽ തച്ചമ്പാറ പഞ്ചായത്ത് 21 അംഗൻവാടികളുണ്ട്. 25 അംഗൻവാടി 21 അംഗൻവാടികൾക്കും സ്വന്തമായ കെട്ടിടം തന്നെയുണ്ട്. സ്വന്തമായ കെട്ടിടമുണ്ട്. ഇവിടെ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളില്ല, എല്ലാ അംഗൻവാടിക്കും സ്വന്തമായിട്ടുണ്ട്. പിന്നെ ഒരു അംഗൻവാടിയുടെ പണി ഞങ്ങൾ ഈ 3 വർഷം കൊണ്ട് ഈ ടീമിൽ പൂർത്തിയായിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരെണ്ണത്തിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു. ഈ 25 അംഗൻവാടിയും സ്വന്തം കെട്ടിടത്തിൽ തന്നെയാണ്. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പഞ്ചായത്ത് കഴിഞ്ഞിട്ടുണ്ട്. 100% എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പഞ്ചായത്ത് ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ മറ്റു ചില പദ്ധതികളുടെ നേർക്കാഴ്ചയിലേക്ക്. തച്ചമ്പാറ ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി ദേശബന്ധു സ്കൂൾ പ്രദേശത്ത് വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം കണക്കിലെടുത്ത് ടൗൺ വിപുലീകരണം നടത്തി. പുത്തൻകുളം നവീകരിക്കുകയും സൗജന്യ നീന്തൽ പരിശീലനത്തിന് നടപടികൾ സ്വീകരിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ വട്ടപ്പാറ റോഡ് 1 കോടി രൂപ ചെലവിൽ നവീകരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ജലവൈദ്യുത പദ്ധതിക്ക് തുടക്കം കുറിക്കാനായി എന്നതും ഭരണസമിതിയുടെ നേട്ടം തന്നെയാണ്. ആയുർവേദ ആശുപത്രിയുടെ നവീകരണത്തോടൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ യോഗ പരിശീലനം പ്രാവർത്തികമാക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു. ആയുർവേദ ആശുപത്രിയെ NABH പദ്ധതിയിലേക്ക് ഉയർത്താൻ കഴിഞ്ഞതും ഭരണ നേട്ടം തന്നെയാണ്. 17ഓളം വിദ്യാർത്ഥികളുള്ള ബെഡ് സ്കൂളിന്റെ പ്രവർത്തനം ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ ഭരണസമിതിക്ക് കഴിയുന്നുണ്ട്. ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെ കെട്ടിടം നവീകരിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ഭരണസമിതിക്ക് കഴിഞ്ഞു.
2024 ജനുവരി 16-ാം തീയതിയാണ് നമ്മുടെ ഈ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബഡ്സ് സ്കൂളിൻ്റെ ഉദ്ഘാടനം നടന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറാണ് നമ്മുടെ ബഡ്സ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തത്. അതിനെ തുടർന്ന് ഇപ്പോൾ 5 മാസം പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനം. നല്ല രീതിയിൽ തന്നെ അത് നടന്നു പോകുന്നു. അതിനുവേണ്ടി ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ പഞ്ചായത്തിൽ നിന്നിട്ട് ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ നമ്മുടെ ഭരണസമിതിയിലെ എല്ലാ മെമ്പർമാരും, അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ്, നമ്മുടെ സെക്രട്ടറി, എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഞങ്ങളുടെ ബഡ്സിന് വേണ്ടി തരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നല്ല ഫുഡ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വൈറ്റമിൻ അടങ്ങിയ മുട്ട അല്ലെങ്കിൽ ചിക്കൻ അതെല്ലാം കൊടുക്കുന്നുണ്ട്. നല്ല ഫുഡ്, അതുപോലെ തന്നെ മെറ്റീരിയൽ, നമുക്ക് ക്രാഫ്റ്റ് വർക്ക്, കുട്ടികൾക്ക് വേണ്ടി സ്വയം തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് റിബൺ, അതുപോലെ തന്നെ ഹെയർ ബാൻഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതിനെല്ലാം തന്നെ നമുക്ക് പഞ്ചായത്തിൽ നിന്നിട്ടുള്ള നല്ല സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ബഡ്സിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ പോകുന്നു. കുട്ടികളുടെ രക്ഷിതാക്കൾ എല്ലാവരും ഇതിൽ നല്ല സംതൃപ്തരായിട്ടാണ് ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതും അവരിതിൽ സംതൃപ്തരാണെന്നാണ് അറിയിച്ചത്.